ജി ശങ്കരപ്പിള്ള സാറിനെയും അതുപോലെ തന്നെ ജി ഗംഗാധരൻ നായർ സാറിനെയും രംഗചേതനയെ പോലെയുള്ള അമേച്ചർ നാടക സംഘങ്ങളെയും അവിടെ പ്രവർത്തനങ്ങളിൽ സസൂക്ഷ്മം വീക്ഷിച്ചും പ്രോത്സാഹിപ്പിച്ചും കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാടക ബന്ധുജനങ്ങൾ നിറഞ്ഞ സദസ്സിനും എൻ്റെ വിനീതമായ അഭിവാദ്യം. ഈ നാടകക്കാരന് ലഭിക്കുന്ന പുരസ്കാരം എന്ന് പറയുന്നത് അതൊരിക്കലും അവൻ്റെ ഒറ്റയ്ക്കുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്നതല്ല. ചിത്രകലയിലും അതുപോലെ തന്നെ സാഹിത്യത്തിലൊക്കെ അങ്ങനെ സംഭവിക്കാൻ ധാരാളം സാധ്യതകളുണ്ട്. നാടകം അതിൻ്റെ പരിപൂർണതയിൽ എത്തണമെങ്കിൽ അതിന് വലിയൊരു സംഘശക്തിയുടെ പ്രയത്നം സാധ്യമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ എനിക്ക് ഈ പുരസ്കാരം ലഭിച്ചത് എൻ്റെ മാത്രം പ്രയത്നം കൊണ്ടല്ല എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. എന്നോടൊപ്പം കൂടിയ കൊച്ചുകുട്ടികൾ മുതൽ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും നിരവധി ഇടങ്ങളിൽ വേദിയൊരുക്കി തന്നിട്ടുള്ള സംഘാടകരും ആരാരും അടയാളപ്പെടുത്താതെ ഒരു ഇടങ്ങളും തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടാൻ പോലും ശേഷിയില്ലാത്ത അരികുവൽക്കരിക്കപ്പെട്ട വിവിധ ഇടങ്ങളിൽ അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളൊക്കെ തന്നെയാണ് എന്നെ ഏതെങ്കിലും തരത്തിലുള്ള പുരസ്കാരങ്ങൾ ലഭിക്കുന്നതിന് പ്രാപ്തനാക്കിയിട്ടുള്ളത്. അവർക്ക് കൂടി ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. പുരസ്കാരം ലഭിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തല്ല നാടകവേദിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിൽ തോന്നിയ ഒരു ആവേശവും മോഹമൊക്കെയാണ്. അത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയിൽ തോന്നിയൊരു കൗതുകവും അരങ്ങിനോടുള്ള പ്രണയവും ഇന്ന് ഈ നിമിഷം വരെ നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാലയളവിലൊന്നും തന്നെ ഒരു പുരസ്കാരത്തിനും ഞാൻ അപേക്ഷ നൽകിയിട്ടില്ല. അപേക്ഷ നൽകാതെ എനിക്ക് പുരസ്കാരങ്ങൾ നൽകുന്നത് എന്നെ സസൂക്ഷ്മം ഞാൻ പോലും അറിയാതെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുജനങ്ങളാണ്. അവർ ആ അർത്ഥത്തിൽ എന്നെ പഠിക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഈ സായാഹ്നം കൂടി എന്നെ വെളിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ പി വി കൃഷ്ണൻ നായർ സാർ, അതുപോലെ തന്നെ PN പ്രകാശ് സാർ, പ്രൊഫസർ PC മുരളി മാധവൻ സാർ, അവരെല്ലാം സംസാരിച്ചപ്പോൾ പിന്നിട്ട കുറേ വർഷങ്ങളാണ് എന്നിലെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നത്. വിവിധ ഇടങ്ങളിലെ നാടക പ്രവർത്തനങ്ങൾ, അവിടെയുള്ള സംഘാടകർ പ്രവർത്തകരൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ ആ പരിസരങ്ങളിൽപ്പെടുന്ന എൻ്റെ പ്രിയ ചങ്ങാതിമാർ, അതിനെന്നെ പ്രാപ്തമാക്കിയ രംഗചേതന എന്ന് പറയുന്ന ആർക്ക് വേണമെങ്കിലും എല്ലാവർക്കും നിൽക്കാനൊരു ഇടം വേണമല്ലോ, തറ വേണമല്ലോ. നമ്മളെങ്ങനെ ഒരു ഉപാധിയും കൂടാതെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രംഗചേതന എന്ന് പറയുന്ന സംഘം, ആ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന E.T. വർഗീസ് മാഷ് നമ്മളോട് പറഞ്ഞിട്ടാണ് പോയത്. മാഷ് അതേപോലെ തന്നെ പരിചയപ്പെട്ട അന്നു മുതൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ ഇങ്ങനെ ഒന്നും എന്നിൽ നിന്ന് കിട്ടാനില്ല, എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ ഇങ്ങനെ ആവോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഗിരീശൻ മാഷെ പോലെയുള്ള ആളുകളടക്കം നിരവധി സുഹൃത്തുക്കൾ തുടക്കത്തിലുണ്ടായിരുന്നു. അവരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, പുരസ്കാരം വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോകും, പ്രസംഗം കേൾക്കാനൊന്നും നിൽക്കില്ല. അവരൊക്കെ ഇവിടെ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. മുരളീധരൻ മാഷ് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്ന ഒരുപക്ഷെ നമ്മുടെ ആളുകൾ അതുകൊണ്ട് മാത്രം പറയാണ്,
സ്വപ്നവാസവദത്തം എന്ന് പറയുന്ന കൃതിയാണ് ഞാനന്ന് സംസ്കൃതത്തിൽ അഖിലേന്ത്യാ മത്സരത്തിന് വേണ്ടി കോളേജിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ സംസ്കൃതത്തിൽ ആദ്യമായിട്ടായിരിക്കും സ്വപ്നവാസവദത്തം എന്ന് പറയുന്ന കൃതി അരങ്ങിൻ്റെ ഭാഷയിലേക്ക് എത്തിക്കുക. എനിക്ക് സംസ്കൃതം അറിയില്ല, പക്ഷേ സംസ്കൃതം അറിയാത്ത എന്നെ ആ കോളേജിലെ അധ്യാപകരും സംസ്കൃതം അറിയുന്ന സുഹൃത്തുക്കളും ഇടം വലം ഇരുന്ന് പഠിപ്പിച്ച് എൻ്റെ രംഗഭാഷയിലേക്ക് നയിച്ചത് അവരൊക്കെ തന്നെയാണ്. ഞാൻ പ്രധാനമായിട്ടും ട്രാൻസ്ലേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് വള്ളത്തോളിൻ്റെ കട്ടുകട്ടിയായിട്ടുള്ള ട്രാൻസ്ലേഷനാണ്. അത് ഏകദേശം സംസ്കൃതത്തിന് സമാനമായിട്ടുള്ള മലയാളത്തിൽ എഴുതിയ ട്രാൻസ്ലേഷനാണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മലയാളത്തിൽ എഴുതിയ സംസ്കൃതമാണ്, എനിക്കിതിൽ നിന്നൊന്നും പിടുത്തം കിട്ടില്ല. പിന്നെ എനിക്ക് തന്നെ പഠിക്കാൻ ഞാൻ ആശ്രയിച്ചത് എൻ്റെ കൂടി പ്രിയപ്പെട്ട ഗുരുനാഥനായിട്ടുള്ള കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ ട്രാൻസ്ലേഷനാണ്. ഒരുപക്ഷെ കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ ട്രാൻസ്ലേഷൻ ഇല്ലായിരുന്നെങ്കിൽ അതത്രയും മനോഹരമായിട്ട് എനിക്കത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ നടന്ന മത്സരത്തിൽ ആ നാടകത്തിന് 1ാം സമ്മാനവും നല്ല സംവിധായകനുള്ള പുരസ്കാരവും ഡൽഹിയിൽ വെച്ച് ലഭിക്കുകയുണ്ടായി. അതൊക്കെ ഓർമ്മപ്പെടുത്തുന്നു. പിന്നിട്ട വഴികൾ അതിവിടെ പറയാൻ കാരണം അതാരും അടയാളപ്പെടുത്തിയിട്ടില്ല. ഒരു പത്രത്തിലും വാർത്തയായി വന്നിട്ടില്ല. ഒരു പത്രക്കാരനും അത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരവധി അങ്ങനെ വേറിട്ട സംസ്കൃതത്തിൽ ചെയ്ത നാടകങ്ങളൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടി ചെയ്തതൊക്കെ ഉണ്ട്. അതൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ വേദിയിൽ 30 വർഷത്തെ ചരിത്രം പറഞ്ഞുകൊണ്ട് മനുഷ്യർ പറഞ്ഞപ്പോൾ എനിക്ക് ആ പഴയ കാലത്തെ കുട്ടികളും അവിടുത്തെ അധ്യാപകരും അവരുടെ കൂട്ടായ യാത്രകളും പ്രയത്നമൊക്കെ ഓർമ്മ വന്നു. ആദിവാസി മേഖലകളിൽ കേരളത്തിലെ എല്ലാ ആദിവാസി ഊരുകളിലും റൈറ്റ് ടു എഡ്യൂക്കേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ക്ലാസ് എടുക്കുന്ന ആൾ ഞാനാണ്. അത് നിർബന്ധമാണ്. ഞാൻ ക്ലാസ് എടുക്കാൻ ചെന്നാലാണ് ആ ക്യാമ്പ് തുടങ്ങുള്ളൂ. അതവർക്ക് നിർബന്ധമാണ്. ഞാൻ തന്നെ പറയും, തിയേറ്ററിൽ ഞാൻ ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലാത്തൊരാളാണ്. അതല്ലാത്ത ഒരുപാട് ആളുകളെ ചൂണ്ടിക്കാണിച്ചാൽ പോലും ഡിപ്പാർട്ട്മെൻറ്റ് പറയും അവരെയൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്, നിങ്ങൾ ആദ്യത്തെ ക്ലാസ് എടുത്താൽ മതി, നിങ്ങൾ ആദ്യത്തെ ക്ലാസ് എടുത്താലാണ് കുട്ടികൾ ഇരിക്കുകയുള്ളൂ. ആ മട്ടിൽ അത്രയേറെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അമ്മയിലെ പ്രവർത്തനം, പക്ഷെ പിന്നീട് നാടകങ്ങളൊക്കെ കാണാൻ വരാറുണ്ട്, പറഞ്ഞത് സത്യമാണ്. അമ്മയിലെ പ്രവർത്തനം, ഇപ്പോൾ പുതിയതായിട്ടുള്ള നാടകം 11ാമത്തെ നാടകമാണ്. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ 11ാമത്തെ നാടകമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓസ്കാർ വൈൽഡിൻ്റെ സെൽഫിഷ് ജൈന്റ് എന്ന് പറയുന്ന കൃതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ കുട്ടികളെ അരികുവൽക്കരിക്കപ്പെട്ട ഒരിക്കൽ പോലും വേദിയിൽ എത്താൻ സാധ്യമല്ലാത്ത ആ കുട്ടികളെ അരങ്ങിലെത്തിക്കാനുള്ള പ്രയത്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഈ വഴികളിലൂടെ മുന്നോട്ട് പോകാം. അതും അവർ പറയുണ്ടായി. ഗ്രാമഗ്രാമാംശം പറഞ്ഞിരുന്നു. ഗ്രാമാന്തരങ്ങളിൽ ആധുനിക നാടകത്തെ നട്ടുപിടിപ്പിച്ചവരാണ് ശങ്കരപ്പിള്ള സാറും ഗംഗാധരൻ സാറും അടങ്ങുന്ന ഒരു തലമുറ. അവരുടെ നാടക ചരിത്രത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നാടകം ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് അവർ നാടകം നടന്ന് നട്ടുപിടിപ്പിച്ചത്, പോഷിപ്പിച്ചത് എന്ന് നല്ല ബോധ്യം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നാടകത്തിൽ എൻ്റെ പക്ഷം അവരുടെ ജീവിതത്തെ കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് ശങ്കരപ്പിള്ള സാറിനൊക്കെ ദൂരെ നിന്ന് നോക്കി കാണാനാണ്. ചെറിയ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഗ്രാമസ്കൂളിൽ പോകാറുണ്ട്. എൻ്റെ വീട് അവിടെ അടുത്തായതുകൊണ്ട് അപ്പോൾ മുതൽ ഇങ്ങനെ വളരെ ദൂരെ നിന്നിട്ട് ആരാധനയോടുകൂടിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഗംഗാധരൻ സാറിനൊപ്പം പിന്നീട് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാനും കാഞ്ഞിരേക്കൊക്കെ അവരൊക്കെ തൃശ്ശൂരിലെത്തിയപ്പോൾ അത് നമ്മുടെ ഒരു സൗഭാഗ്യമായിരുന്നു. സാറ് നാടകം കാണാൻ വരും, നാടകത്തിൻ്റെ അവതരണം കണ്ടില്ലെങ്കിലും റിഹേഴ്സൽ കണ്ടിട്ടൊക്കെ സാറ് പോകുമായിരുന്ന, കാഞ്ഞിരേച്ചിയൊക്കെ ഒരുമിച്ച് പോകുന്ന നല്ലൊരു ബന്ധം അങ്ങനെയും തുടരാനൊക്കെ പറ്റി. പക്ഷെ അവരുടെ ആ പ്രയത്നം നമുക്കിന്ന് നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയ കാര്യങ്ങളെ തിരിച്ചെടുക്കേണ്ടത് നാടക പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അവരുടെ ധാരയെ പിന്തുടരാൻ ഇഷ്ടപ്പെടുന്ന, അതാണ് ശരിക്കും മനുഷ്യകുലം ആവശ്യപ്പെടുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു ബോധ്യം എങ്ങനെയോ എന്നിൽ വന്നുപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ആ നിലപാട് തടയിൽ നിന്ന് കലഹങ്ങളിൽ ഏർപ്പെടുകയും പ്രവൃത്തിയോടൊപ്പം തന്നെ കലഹങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ആ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നു. തെറ്റി എന്ന് തോന്നിയിട്ടില്ല. ഇപ്പോഴും ആ പാതയിൽ പോകാൻ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.
നിരവധി ഇടങ്ങളിലൂടെ നടന്നപ്പോൾ എൻ്റെ മുമ്പിൽ എന്നോടൊപ്പം കളിച്ച അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്. അരങ്ങിടം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന മുദ്രാവാക്യം എന്നെ കൊണ്ട് പറയിപ്പിച്ചത് അവരാണ്. അത് ഏറ്റെടുത്ത് അതിന് എന്നാൽ കഴിയാവുന്ന വിധത്തിൽ സാധ്യമാക്കാനുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് ഊർജം പകരുവാനാണ് ഈ പുരസ്കാരവും എന്നെ പ്രാപ്തമാക്കുന്നത് എന്നും അതെൻ്റെ കടമയായിട്ടും ഞാൻ സ്വീകരിക്കുന്നു. സന്തോഷത്തോടെ, ഏറെ നന്ദിയോടെ എന്നെ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത കാഞ്ചന ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള അതിൻ്റെ ജൂറി ഗ്രൂപ്പിനും ഡോക്ടർ ജി ഗംഗാധരൻ നായർ സ്മാരക സമിതി അംഗങ്ങൾക്കും എന്നെ അതിന് പ്രാപ്തനാക്കിയ എന്നോടൊപ്പം ഇത്രയും കാലം നാടകവേദിയിൽ എന്നെ സഹായിച്ചും എൻ്റെ അരങ്ങിലും എൻ്റെ പ്രേക്ഷകരായി നിന്ന എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഒപ്പം എൻ്റെ കുടുംബാംഗങ്ങൾ, ഏതൊരാൾക്കും അവരുടെ കുടുംബം ശക്തമായിട്ട് പുറകിലുണ്ടാകുമ്പോഴാണ് അവർ ആഗ്രഹിച്ച മട്ടിൽ മുന്നോട്ട് പോകാൻ പറ്റുക. ഒരു പ്രശ്നവുമില്ലാത്ത വിധത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകാൻ എനിക്ക് ശക്തി നൽകിയിട്ടുള്ളത് എൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി വിനി ഇന്നിവിടെ വന്നിട്ടില്ല. എല്ലാ നാടകവേദികളിലും വിനിയെ കാണാം. ഇന്ന് വരാതിരിക്കുന്നതിന് സുപ്രധാനമായിട്ടുള്ളൊരു കാരണമുണ്ട്. എൻ്റെ മകൻ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വിദ്യാർത്ഥിയാണ്. അവൻ വിദ്യാർത്ഥിയായതിനു ശേഷം ആദ്യമായിട്ട് ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ അവൻ്റെ അടുത്ത് ഉണ്ടാവുന്നത് അവനൊരു കരുത്ത് പകരുള്ളൂ. അതുകൊണ്ട് അവൻ്റെ പെർഫോമൻസ് അവിടെ നടക്കുന്നതുകൊണ്ടാണ് വിനി, ഞാൻ പറഞ്ഞു വിനി അവിടേക്ക് ചെല്ലും. ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ഗുരുനാഥ ജനങ്ങളാലൊക്കെ സമ്പന്നമായിരിക്കും. അവന് ഏറ്റവും അത്യാവശ്യം അവൻ്റെ അച്ഛനോ അമ്മയോ ദേവസാന്നിധ്യമാണ്. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടാണ് അവർ വിനി അവിടേക്ക് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവും. എൻ്റെ കുടുംബാംഗങ്ങളുടെ കൂടി നേരത്തെ മാഷ് പറഞ്ഞ മൂത്ത മകൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടിസിൽ നിന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് MSc കഴിഞ്ഞ് ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. രണ്ടാമത്തെ മകൻ ഗ്രാമ സ്കൂളിൽ പഠിക്കുന്നു. സന്തോഷമാണ്. ഒരു നാടകക്കാരൻ്റെ ജീവിതം ഇതിനേക്കാൾ വലിയ സന്തോഷകരമാവാൻ കുടുംബത്തെ കൂടി ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു ജീവിതം സാധ്യമാണ് നാടകപ്രവർത്തകനെന്നും കൂടി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാടകത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആദ്യത്തെ വിമർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാടകത്തിലേക്കാണ് നീ പോകുന്നത്, അത് ഒരു മോശപ്പെട്ട ഇടമാണ്, മദ്യപാനികളുടെ തോന്നിവാസ ജീവിതമൊക്കെയുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ്, അങ്ങനെയുള്ളൊരു ഇടത്തേക്ക് പോകുന്നത് ശരിയല്ല എന്ന് എൻ്റെ ബന്ധുജനങ്ങളും അങ്ങനെ പല വിധത്തിൽ നിന്നുള്ള വർത്തമാനം കേട്ടു. അപ്പോൾ അങ്ങനെയല്ലാത്തൊരു ജീവിതം നാടകത്തിൽ സാധ്യമാണെന്നുള്ളത് ശങ്കരപ്പിള്ള എനിക്ക് മുൻപേ പോകുന്ന നിരവധി ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂടി ഒരു ഉത്തരവാദിത്വമായിരുന്നു, അങ്ങനെയല്ലാത്തൊരു ജീവിതം കൂടി നാടകത്തിൽ സാധ്യമാകും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഒഴിവാക്കേണ്ടത് ഈ നേരത്തെ അവർ പറഞ്ഞ മദ്യവും അതുപോലെ തന്നെ പുകവലി, അത്തരം ശീലങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത് കുട്ടികളുടെ മുമ്പിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതിനോട് കാണിക്കേണ്ടത് സത്യസന്ധതയും കൂടിയാണ്. അത് ഞാൻ പിന്തുടരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്നോണാണ് ജീവിത ലഹരി എന്ന് പറയുന്ന നാടകവും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം പ്രാപ്തരാക്കിയ എല്ലാ ഗുരുജനങ്ങൾക്കും, എൻ്റെ നാടക സൗഹൃദങ്ങൾക്കും, എൻ്റെ നിറഞ്ഞ പ്രേക്ഷകർക്കും നന്ദി.